കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ അമ്പരന്ന് പോയി. അതിലൊരു ലേഡിയാണ്. ആ ലേഡി പറഞ്ഞേക്കാണ്, നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ 100 വട്ടം ആ ഒരു വെള്ളം നിങ്ങൾ ബോഡിയിൽ തങ്ങി നിർത്തിക്കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കും, എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കും എന്നൊക്കെ. അതിനുശേഷം ഒരു പേപ്പറിൽ പോയിട്ട് ഇമ്പോസിഷൻ പോലെ 100 തവണ എഴുതുക, എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചിരിക്കും എന്ന് ആ ലേഡി പറയുന്നുണ്ട്. നിങ്ങളുടെ വിഷമത്തോടു കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ ഗുരുക്കന്മാരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ കളയുകയായിരുന്നു. മാനിഫെസ്റ്റേഷൻ നമ്മൾ സയന്റിഫിക്കലി റാഷണലി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിലെ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റത്തിനെ നമ്മുടെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ അലൈൻ ചെയ്യുന്നത് വഴി നമ്മൾ പ്രോപ്പറായിട്ട് കൂടുതൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിനെ അല്ല താങ്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിനെയാണ് നിങ്ങൾ താങ്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് അടുത്ത വർഷം അടിപൊളി ഒരു ഗവൺമെൻറ് ജോലിക്കാരനാവാം അല്ലെങ്കിൽ ജോലിക്കാരിയാകാം എന്ന് നമുക്ക് നോക്കാം. ഒരു ഗവൺമെൻറ് ജോലിക്കാരനാവാനുള്ളൊരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നടത്തുമ്പോൾ മാനിഫെസ്റ്റേഷനിൽ സൈക്കോളജിക്കലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ട്. അതായത് ഒരു ഗോള് എത്ര അറ്റൈനബിൾ ആണെന്ന് നമുക്ക് തോന്നുന്നോ മാനിഫെസ്റ്റേഷൻ അത്രത്തോളം സക്സസ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഒരു സമയമാണിത്. കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആ ഒരു നോട്ടിഫിക്കേഷനിൽ 100-ൽ ഒരാൾക്ക് ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകുന്ന ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നുള്ളത്. മറ്റു പല ജോലികളുടേതായിട്ടുള്ള ആ ഒരു അപേക്ഷകരിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സമരം ഇരിക്കുന്നതായിട്ടൊക്കെ. പക്ഷെ ഇവിടെ അപ്പോയിൻമെന്റ്സ് ഒക്കെ വളരെ പെട്ടെന്നാണ് നടക്കാറുള്ളത്. നിങ്ങൾ മറ്റേത് വീഡിയോയും എടുത്ത് നോക്കിക്കോളൂ, അവിടെയൊക്കെ നിങ്ങൾ കാണും കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നിയമനങ്ങൾ വളരെ ഹൈ ആണെന്നുള്ള കാര്യം. കുറച്ച് പേർക്സ് കുറവായിരിക്കാം, പക്ഷേ ഇനീഷ്യലി ഗവൺമെൻറ് ജോലി എന്നുള്ള നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് നമുക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നുള്ള നോട്ടിഫിക്കേഷൻ. അതുമാത്രമല്ല SBCID, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി ഉണ്ട്. അതിനൊക്കെ സെയിം പ്രിലിംസ് തന്നെയാണ്. ഒപ്പം ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടെ വരാനിരിക്കുന്നുണ്ട് നവംബറിൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയധികം അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതല്ലേ നമുക്കൊരു ഗവൺമെൻറ് ജോലി നേടാമെന്നുള്ള മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ചെയ്യാനുള്ള ഏറ്റവും മികച്ച സമയം. ഇനി അതിനായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ട് തോന്നാം, റിസോഴ്സസ് ഇല്ല, എങ്ങനെ തുടങ്ങും എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് 2026 ബിഗിനർ പ്ലേലിസ്റ്റ് ഞാൻ താഴെ പിൻ ചെയ്യാം. അതിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ബുക്കുകൾ ഉപയോഗിക്കണം, സിലബസ് എങ്ങനെയാണ്, PYQs എങ്ങനെ അനലൈസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ പ്രെപ് ടുഗദർ ക്ലാസ്സസ് എന്നുള്ള ടെലിഗ്രാം ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ റിസോഴ്സസും ലഭിക്കുന്നതാണ്. ഇത് വെച്ച് വിശ്വസിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് അടിച്ചിരിക്കും. പക്ഷേ കുറേയധികം പേർക്ക് ഒരു സപ്പോർട്ട് അനിവാര്യമായിരിക്കാം. അതിനായിട്ട് നിങ്ങൾ പല കോഴ്സുകളും എടുത്തേക്കാം. എന്നാൽ അതിനേക്കാൾ ഒക്കെ മികച്ച ഒരു കോഴ്സ് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. കാരണം ഈ കോഴ്സ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇത് എല്ലാവരേക്കാളും മികച്ചതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിശയോക്തി തോന്നാം. പക്ഷേ ഞാൻ പറയട്ടെ, അടുത്ത വർഷം നിങ്ങൾ റാങ്ക് അടിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോഴ്സിനെയാണ്. എന്തുകൊണ്ട് ഇത് മികച്ചതാകുന്നു എന്ന് കൂടെ ഞാൻ പറയാം. മറ്റു കോഴ്സുകളിൽ നിങ്ങൾക്ക് നോളേജ് ലഭിച്ചേക്കാം, കുറേ ട്രെയിനേഴ്സിനെയൊക്കെ ലഭിച്ചേക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്: മൈൻഡ്, നോളേജ് ആൻഡ് ടെക്നോളജി. എന്തുകൊണ്ട് മൈൻഡ്? നമ്മുടെ പരീക്ഷയ്ക്കായിട്ടുള്ള പ്രിപ്പറേഷനിൽ പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടോ പഠിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. നമ്മൾ തോറ്റുപോകുന്നത് കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടും പരീക്ഷയുടെ ആ ഒരു സമയമാകുമ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നു, ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അത്തരം കുഴപ്പങ്ങൾ കൊണ്ടുമാണ്. അവിടെയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ പ്രോപ്പറായിട്ടുള്ള മോട്ടിവേഷൻ, ഇടയ്ക്കിടയ്ക്കുള്ള മെൻറ്റർഷിപ്പ് സെഷൻസ് എല്ലാം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ മൈൻഡിനെ ഹാപ്പി ആക്കി വെച്ച് ഡെയിലി എക്സാംസ് വഴി കൺസിസ്റ്റൻ്റായി കോമ്പറ്റേറ്റീവായി നിർത്തി നിങ്ങളുടെ ഈഗോയെയും എല്ലാ ഇമോഷൻസിനെയും പ്രോപ്പറായി ഒരു ഗോളിലേക്ക് ന്യൂറോ സയൻസിൻ്റെ ഹെൽപ്പോടുകൂടെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 1.5 വർഷത്തെ മെൻറ്റർഷിപ്പിൽ 20ഓളം ടോപ്പ് ഡിഗ്രി ലെവൽ റാങ്കുകളാണ് മെൻറ്റർഷിപ്പ് വഴി ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഏറ്റവും മികച്ച നോളേജ് ലഭിക്കുന്നു എന്നുകൂടെ ഞാൻ പറയാം. ഇതൊരു AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബാച്ചാണ്.
ഏറ്റവും മികച്ച AI ടൂൾസ് ഉപയോഗിച്ച് ഏറ്റവും മികച്ച നോളേജ് കണ്ടെത്തുന്നു. ആൻഡ് നിങ്ങളെ മെന്റർ ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ബെസ്റ്റ് പേപ്പർ അവാർഡ് നേടിയിട്ടുള്ള SSRNൽ സ്വന്തമായി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ജേണലുള്ള മികച്ച അക്കാഡമിക് റെക്കോർഡ്സ് മൂലം സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ അവാർഡ് നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മാത്രമല്ല കീം, JEE മെയിൻസ്, നീറ്റ് പോലുള്ള പരീക്ഷകളും ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മെന്ററാണ്. ആൻഡ് അത് ഞാൻ തന്നെയാണ്. ഇനി ടെക്നോളജി, കേരളത്തിൽ തന്നെ ആദ്യത്തെ AI ഇന്റഗ്രേറ്റഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിഗ്രി ലെവൽ ബാച്ച്. ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കാനായിട്ട് AI പവേർഡ് ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫൈൽസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കുറവ് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് AIയുടെ എഫിഷ്യൻസി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന മെന്റർഷിപ്പ് പോലും ഏറ്റവും മികച്ചതാക്കാനായിട്ട് AIയുടെ എഫിഷ്യൻസി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബാച്ച് നിങ്ങൾക്ക് വേറെ എവിടെയും ലഭിക്കുകയില്ല. അതുമാത്രമല്ല, ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഏറ്റവും മികച്ച സയന്റിസ്റ്റ് കുറേയധികം കാലമെടുത്ത് എക്സ്പെരിമെന്റ് ചെയ്ത് വിജയമെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിലും മികച്ചൊരു പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും സക്സസ്ഫുൾ ആകുന്നതും ഈ ഒരു പ്ലാൻ ഉപയോഗിച്ചിട്ടാണ്. കാരണം ഇവിടെ വിജയം സുനിശ്ചിതമാണ്. ആ വിജയം എൻ്റെ പ്രോമിസ് ആണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇതെൻ്റെ അഡ്വർടൈസ്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഏറ്റവും മികച്ച പ്ലാൻ ഉള്ളപ്പോൾ ഞാൻ എന്തിനും നിങ്ങളോടത് പറയാതിരിക്കണം. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് മൈൻഡ്, നോളേജ്, ടെക്നോളജി എന്നിവയുടെ ഒരു അടിപൊളി കോമ്പിനേഷൻ വഴി ഏറ്റവും മികച്ച റാങ്കിൽ എത്തിച്ചേരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ലിബറേറ്റ് എന്നൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. മാനിഫെസ്റ്റേഷൻ ടെക്നിക് എങ്ങനെ സയന്റിഫിക് ആയിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തുടരെ മാനിഫെസ്റ്റേഷൻ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും നമുക്ക് സയന്റിഫിക്കലി എക്സ്പ്ലോർ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ താഴെ ജസ്റ്റ് കമൻസിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വഴിയുള്ള ഗവൺമെന്റ് ജോലിയിലേക്കുള്ള ആ ഒരു മികച്ച അവസരമായി മാറട്ടെ. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.